ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. കോഴിക്കോട് രാസലഹരിക്ക് അടിമയായ ജ്യേഷ്ഠൻ അനുജനെ ക്ഷേത്രത്തിലെ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച നമ്മൾ മനുഷ്യത്വം മരവിച്ചു മരിക്കാത്ത മനുഷ്യർ, മിണ്ടാതിരിക്കുന്നവർ. വർഷം കാത്തിരുന്ന് അത് ഇപ്പോൾ ആ പക വീട്ടിയത് കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് കോഴിക്കോട് രണ്ടിടത്ത് ലഹരി വേട്ട. അത് പിന്നീട് ഒരു മുറിയിലേക്ക് മാറ്റി, അതിനുശേഷം വീടിനകത്തേക്ക്. എന്തുവാടേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ വർഷം തുടങ്ങി 2 മാസം കഴിഞ്ഞില്ല, അതിന്റെ മുമ്പ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കൊലപാതകം എത്ര എണ്ണമാ! മയക്കുമരുന്ന്, MDMA, കഞ്ചാവ്, ലോകത്തില്ലാത്ത സാധനമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ. സ്ത്രീപീഡനം, കൊള്ള, കൊല, തട്ടിക്കൊണ്ടുപോകൽ, അത് 1ഉം 2ഉം ആണോ? എത്ര എണ്ണമാ ഉണ്ടാകുന്നത്? കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 80% വർധനമാണ് നമ്മുടെ നാട്ടിൽ ഈ ലഹരി മരുന്നിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. 80%. അത് കുറച്ചൊന്നുമില്ല, ഏകദേശം ഇരട്ടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ലഹരി മരുന്ന് വരുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അതിൽ ഇതിന്റെ കൺസെപ്ഷൻ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 to 15 years ഓഫ് ഏജിനുള്ളിലുള്ള കുട്ടികളാണ്. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ, LP UP. 10 തൊട്ട് 15 വയസ്സ് എന്ന് വെച്ചാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ്. ഒരു വശത്ത് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോകുന്നു പറയുന്നു, അതിനുവേണ്ടിയുള്ള അധ്വാനം നടക്കുന്നു. മറുവശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട് ശരിക്കും പുരോഗതിയിലേക്കാണോ? ശരിക്കും അതൊരു അധോഗതിയിലേക്കല്ലേ ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെന്നൊക്കെ പറയാൻ പറ്റുമോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് അളക്കുന്നത്? റോഡ് പണിയുന്നതാണോ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണോ? അതോ പാലം പണിയുന്നതാണോ? കുറച്ച് റോഡും പാലവും പണിത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു നാട് വികസിക്കുമോ? അതൊക്കെയാണോ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു സൂചിക എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ഈ വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും നമ്മുടെ നാട് ഒരു പുരോഗതിയിലേക്കാണ് പോകുന്നത് പറയാൻ പറ്റുമോ? നമുക്ക് ഇല്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിലൊക്കെ ആരാണ് ഉത്തരവാദി? ആരുടെയും തലയെ നമ്മളിതൊന്നും കെട്ടിവെക്കാൻ പോകില്ല. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിന്റെ ശരിക്കും റീസൺസ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒരു നാടിന്റെ പുരോഗതി എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രമല്ല. അത് അവിടുത്തെ സമൂഹത്തിന്റെ ജീവിത രീതി, ജീവിത സാഹചര്യങ്ങൾ, ഹെൽത്ത് കെയർ, സോഷ്യൽ സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, ഇതൊക്കെ കൂടുന്നതാണ്. ഇതിനു പുറമെ ഏറ്റവും നമ്പർ 1 ഫാക്ടർ എന്ന് പറയുന്നത്, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്പർ 1 ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് സിവിക് സെൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആളുകളിൽ സിവിക് സെൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതേപോലെ സമൂഹത്തിന്റെ നിയമങ്ങളും പഠിപ്പിച്ചുകൂടെ നമുക്ക് കുട്ടികളെ? അതേ മട്ടിൽ തന്നെ പൗരബോധം നമുക്ക് പഠിപ്പിച്ചുകൂടെ കുട്ടികളെ? എന്തുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമുക്ക് സിവിക് സെൻസ് തീരെ ഇല്ലാത്തത്? അതിന് കുറ്റക്കാര് ജനങ്ങളൊന്നുമല്ല, അതിന് കുറെ റീസൺ ഉണ്ട്. ഒന്നാമത് ഈ സിവിക് സെൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ഡെയിലി റുട്ടീനിലൊക്കെ ഒരു പ്രശ്നവും കൂടാതെ, ടെൻഷനൊന്നും ഇല്ലാതെ നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനുശേഷമേ മനുഷ്യർക്ക് സിവിക് സെൻസ് ഉണ്ടാവത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ജീവിക്കാൻ പെടാപാട് പെടുകയാണ്. കഷ്ടപ്പെട്ടാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നത്. അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. എങ്ങനെയും കാശുണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത മനുഷ്യർ ഓടുകയാണ്, അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ മക്കളുടെ കാര്യം നോക്കാനും അല്ലെങ്കിൽ സിവിക് സെൻസ് അല്ലെങ്കിൽ നമ്മുടെ പൗരബോധം ഉണർത്താനൊന്നും നമുക്ക് സമയമില്ല. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റത്തില്ല. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ മക്കൾ ഒരു കളിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഒരു മാച്ചിന് പോകുമ്പോ നമ്മൾ എത്ര പേര് ഇവരുടെ കൂടെ ഫാമിലി ആയിട്ട് പെട്ടിയും കിടക്കയൊക്കെ കിട്ടി ഇവരുടെ കളി കാണാൻ, ഇവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് കൂടെ പോകുന്നുണ്ട്? ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് പലർക്കും ചിരി വരും. എന്നാത്തിനാ അവര് കളിക്കാൻ പോകുന്നതിന് നമ്മൾ കൂടെ പോകുന്നതെന്ന് ചോദിക്കും. പക്ഷേ അത് പല രാജ്യത്തും നടക്കുന്നൊരു കാര്യമാണ്. മക്കൾ കളിക്കാൻ പോകുമ്പോൾ അവർക്കൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടി, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ കളി കാണാൻ വേണ്ടിയും ലീവ് എടുത്ത് ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊണ്ട് ഇവരുടെ ഗ്രൗണ്ടിൽ പോയി ഇരുന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പല രാജ്യത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ഡെവലപ്ഡ് കൺട്രിയിലുള്ള പല രാജ്യത്തും അതൊരു സാധാരണ സംഭവമാണ്, അല്ലാതെ വലിയ കാര്യമല്ല. അത് എത്ര മാച്ച് ഉണ്ടെങ്കിലും പോകും.
പിള്ളേരെക്കാട്ടിലും കൂടുതൽ പേരൻസ് ആണ് ആ ഏരിയ മുഴുവൻ നിൽക്കുന്നത്. അതിനുശേഷം പിള്ളേരെ കൊണ്ട് പോയി എവിടെയെങ്കിലും ഒരു കഫേ പോയി ഫുഡ് മേടിച്ചു കൊടുക്കുന്നു. അവർ അന്നത്തെ ഒരു ദിവസം ഈ ഒരു മാച്ചിന് വേണ്ടി ലീവൊക്കെ എടുത്തങ്ങ് നടക്കുക. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അപ്പൊ ശരിക്കും ആരാ ഇതിന്റെ കുറ്റക്കാര്? ഈ അവസ്ഥ വരുത്തി വെച്ചത് ആരാ? ഈ അവസ്ഥ വരുത്തി വെച്ചത് ഒരു കൂട്ടം മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. യാതൊരു പണിക്കും പോകത്തില്ല, വെറുതെ ഇരുന്ന് സർക്കാരിന്റെ ആനുകൂല്യം കൈപ്പറ്റിയും സർക്കാരിനൊരു ബാധ്യതയായിട്ടും നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് കുറ്റക്കാര്. അവര് ശരിക്കും നമ്മുടെ സർക്കാരിനൊരു ലയബിലിറ്റിയാണ്. അവര് കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, അതിന്റെ നികുതി പണം, അത് നമുക്ക് വേണ്ടി ചെലവഴിക്കാതെ, അല്ലെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാതെ സബ്സിഡി ഫോമിലും പല ഫ്രീബീസ് ആയിട്ടും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ലയബിലിറ്റി, ഈ ഭാരത്തിനെ താങ്ങാൻ വേണ്ടി സർക്കാർ ചെലവാക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു സൗകര്യങ്ങളും അല്ലെങ്കിൽ നമുക്കിടെ ടെൻഷൻ കുറയ്ക്കേണ്ട പല കാര്യങ്ങളും, നമ്മുടെ മെന്റൽ ഹെൽത്തിന് സഹായിക്കുന്ന പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ സർക്കാരിന് പറ്റുന്നില്ല. കാരണം എന്താ? ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇത് ചുമ്മാ ഇരിക്കുക നമ്മുടെ നാടിനൊരു ഭാരമായിട്ട്. അവരെ തീറ്റിപ്പോട്ടണ്ടേ? അപ്പൊ ഈ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ പോകാത്ത, അല്ലെ ജോലി കിട്ടിയ എല്ലാവരും പോയേനെ എന്നുള്ളൊരു വാദവും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. കാരണം അങ്ങനെ ഒരു വാദമായിരുന്നെങ്കിൽ ഇത്ര ബംഗാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് കിടക്കേണ്ട കാര്യമില്ല. ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ഈ അഭിമാനം മാറ്റിവെച്ച് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ആർക്കും ചെയ്യാനുള്ള ജോലി നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള റോഡിലോ കവലയിലോ ഒക്കെ പോയി അവിടെ ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഈ ഓട്ട തൊഴിലാളികളും അതുപോലെ നമ്മുടെ യൂണിയൻ തൊഴിലാളികളും അങ്ങനെയുള്ള ചേട്ടന്മാരൊഴിച്ച് എത്ര മനുഷ്യർ അവിടെ വെറുതെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. വേണ്ട, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ കാണുന്ന ഒരു 100 പേരെ എടുക്കുക ചുറ്റുവട്ടത്ത്. അതിൽ എത്ര പേര് ജോലി ചെയ്ത് ഒരു നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ ഇക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്ന ഒരു 50% കൂടുതൽ ആൾക്കാർ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുക. അവരെ തീറ്റിപ്പോട്ടേണ്ട കടമ നമ്മുടെ സർക്കാരിനുള്ളതാണ്. അപ്പൊ അവർക്ക് റേഷൻ കട വഴിയാണെങ്കിലും സപ്ലൈകോ വഴിയാണെങ്കിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാ സർക്കാരുകളും ഇവരെ തീറ്റിപ്പോട്ടേണ്ട ഒരു അവസ്ഥയായിട്ട് മാറിയേക്കുവാണ്. പിന്നെ എവിടെയാണ് നമുക്കൊരു ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാനും നല്ല സുഗമമായിട്ട് കാര്യങ്ങൾ നടത്താനും ഒരു മെന്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ഒരു സർക്കാരിന് സമയം കിട്ടുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഫിനാൻസ് കിട്ടുന്ന എവിടുന്നാണ്? ഇതിന്റെ പുറകെയല്ലേ ഓടുന്നത്? കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പടാപ്പാട് വരുന്ന ഭൂരിഭാഗം മനുഷ്യരുടെയും നടുപൊടിക്കുന്ന ഇവരാണ് ഒന്നാം പ്രതികൾ. ഇവർ കാരണമാണ് നമുക്ക് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ നമുക്കൊരു പൗരബോധം ഉണ്ടാകാതിരിക്കുന്നതും നമുക്കൊരു നല്ല ജീവിത സാഹചര്യം നമ്മുടെ ചുറ്റും ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഒന്നാം കാരണം ഇവരാണ് ഇതിലെ ഒന്നാം പ്രതികൾ. എന്നിട്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ, മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ എങ്ങനെയും കാശുണ്ടാക്കണമെന്ന് വിചാരിച്ചിറങ്ങി കഞ്ചാവും മയക്കുമരുന്നും രാഷ്ട്രീയവും പെൺവാണിപ്പവും കൊലപാതകവും ഒക്കെ ചെയ്ത് നല്ല വീട്ടിലുള്ള പിള്ളേരെ, അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്ന ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ മക്കളെ കുരുക്കിലാക്കുന്ന ഇവന്മാരാണ് ഒന്നാം പ്രതികൾ. And that raises my question, Your Honor. ഒരു നാടിന് ഭീഷണിയാവുന്ന ഈ ലഹരി പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ വഴി തടയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അത് ഒരു സമൂഹത്തിനെ മുഴുവനായിട്ട് നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളും ഡെവലപ്ഡ് ആണെന്ന് വിചാരിക്കുന്ന പല രാജ്യങ്ങളിലും ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, ചില സിറ്റിയുടെ ഔട്ട്സ്കേർട്സുകളിൽ, അല്ലെങ്കിൽ ചില ഹോംലെസിന്റെ താവളങ്ങളിലൊക്കെ നമുക്ക് കാണാം. അവിടെയൊക്കെ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തേർഡ് വേൾഡ് കൺട്രിയെക്കാട്ടിൽ മോശമായിട്ട് കിടക്കുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള വഴികൾ തടയാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് തടയേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഒരു സർക്കാരിന്റെയാണ്. ഒരു സമൂഹത്തിനോ ഒരാൾക്കോ ഒന്നും, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ പോയിട്ടൊന്നും ഇത് തടയാൻ പറ്റത്തില്ല. ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലേക്ക് വരുന്ന ലഹരി വഴികൾ തടയുക എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് സർക്കാരിന് മാത്രമാണ്. ആ സർക്കാരിന് അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സർക്കാർ അമ്പെ പരാജയമാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതിനകത്ത് യാതൊരു സംശയമില്ല.
അതങ്ങനെ ഇവിടെ കുറച്ച് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ മത്സരവും റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ മത്സരവും ഇതിന്റെ പുറകെയല്ലേ ഈ സർക്കാർ നടക്കുന്നത്. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനും ആൾക്കാരെ പുറകെ കുറെ അണികളെ നിരത്താനും അല്ലാതെ സർക്കാരിന് ഇന്ന് വല്ലതും സമയമുണ്ടോ നമ്മുടെ നാട്ടില്? അതങ്ങനെ ഈ പട്ടിണിയും പരിവട്ടം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അണികളെ കിട്ടത്തുള്ളൂ. ഒരുത്തന്നെ നല്ല ജീവിക്കാൻ സാഹചര്യം അല്ലെങ്കിൽ അവന് നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ അവൻ ഈ മുദ്രാവാക്യം വിളിക്കാനും കൊടി പിടിക്കാനും വരുമോ? അതിന് നമുക്ക് കുറച്ച് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നാട്ടി വേണം, എങ്കിലല്ലേ നമുക്ക് അണികളെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു സർക്കാരിന് ഈ ഇങ്ങനെ വരുന്ന ഈ കൊലപാതകവും ലഹരിയും ഒക്കെ വെറും വാർത്തകൾ മാത്രം. കാരണം ഇവർ ചെയ്യുന്ന ഈ കൊള്ളരുതായ്മയ്ക്കൊക്കെ എന്തെങ്കിലും ഈ പുട്ടിന്റെ മുകളില് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാർത്ത വന്ന് മൂടാനായിട്ട് ഇവർക്ക് സഹായമാണ്. അപ്പം ഇവർക്കത് വലിയൊരു കാര്യമല്ല. പിന്നെ ആരാ ഈ അണികള്? ഒന്നെങ്കിൽ ഒരു ഉഴപ്പൻ, അല്ലെങ്കിൽ നാട്ടിൽ ഒരു ക്രിമിനൽ, അല്ലെങ്കിൽ പല പണിയും ചെയ്തിട്ട് ഒന്നും രക്ഷപ്പെടാതെ ഒരു ഗതിയും പലഗതിയും പിടിക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ഒരു സുപ്രഭാതത്തിൽ വെള്ളയും ഇട്ടിറങ്ങുന്നതിനല്ല ഈ അണികള്. ഇവനൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു നാടിന് പുരോഗതി ഉണ്ടാകുന്നത്? ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയാവും, നെപ്പോട്ടിസത്തിന് നല്ല സപ്പോർട്ടാണ്, പിന്നെ ചാണകം ഇട്ട് എല്ലാവരെയും അങ്ങ് മെഴുകും, പിന്നെ കസേരയ്ക്ക് വേണ്ടി തമ്മിലടിയും. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? എന്റെ സംഘി കൊങ്ങി കമ്മി അണികളെ, ദയവ് ചെയ്ത് ഈ നാടിന്റെ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കല്ലേ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ദേഹം അല്ലെങ്കിൽ പണിയെടുത്ത് നിങ്ങൾക്ക് നാടിന് അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ നോക്ക്. അല്ലാതെ ഈ നാടിന്റെ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങ് തളർത്താൻ നോക്കില്ല എല്ലാവരെയും. നമ്മളെ ചൂഷണം ചെയ്ത് നമ്മുടെ നടുപൊടിക്കുന്ന ഈ അണികളും രാഷ്ട്രീയക്കാരും, അതിനുപരി ഈ ലഹരിയുടെ സ്രോതസ് തടയാൻ സാധിക്കാതെ അമ്പയെ പരാജയപ്പെട്ട നമ്മുടെ സർക്കാരും, അത് കേന്ദ്രമായിക്കോട്ടെ കേരളമായിക്കോട്ടെ, ഈ സർക്കാരാണ് ഇതിനകത്ത് രണ്ടാം പ്രതി. അവസാനമായി ഈ രണ്ട് കൂട്ടരെ തഴച്ചു വളരാൻ അനുവദിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് മൂന്നാം പ്രതി. ഈ കൂട്ടരെ നമ്മൾ തികഞ്ഞ പുച്ഛത്തോടുകൂടി സമൂഹം മാറ്റി നിർത്തണം. നമ്മുടെ നികുതി പണം ആനുകൂല്യമായിട്ട് പറ്റുന്ന ഈ അലസന്മാരും രാഷ്ട്രീയം തൊഴിലാക്കി നടക്കുന്ന ഈ പരനാറുകളെയും നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. പുതിയ കാല രാഷ്ട്രീയവും രാഷ്ട്രബോധവും നമുക്കുണ്ടാവണം. പ്രബുദ്ധരാണ്, തേങ്ങ കൊലയാണെന്ന് പറയുമ്പോഴത്തേക്ക് കോപ്പാണെന്ന് പറയാനുള്ള ധൈര്യവും അതിനുള്ള വിവേകവും നമുക്കുണ്ടാവണം. ഇത് ഉണ്ടാകാത്തടത്തോളം കാലം നമ്മുടെ മക്കൾ ഇവിടെ മരിച്ചുകൊണ്ടേയിരിക്കും. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയുടെ നാടാണ്. ഗോവർദ്ധന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൂസിഫറിന്റെ സ്വന്തം നാട്.